ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ പൊതുവേ ലേറ്റായിട്ട് ഞങ്ങൾ എണീക്കുന്നവരാണല്ലോ. അപ്പോൾ ഇന്ന് പതുക്കെയുള്ള കാര്യങ്ങളായാലും കുക്കിങ്ങും കഴിക്കലും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതൊരു കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു തോന്നുന്നത്. അതെ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു 8-8:30 9 മണി ഇങ്ങനെ പോകും സമയം. വീക്കെൻഡിൽ നമ്മൾ എണീറ്റ് വരുമ്പോൾ എന്തായാലും തലേ ദിവസം ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ച് അത് നന്നായി വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കുറച്ചധികം നാളായി നന്നായിട്ട് മാവ് ഇങ്ങനെ പൊന്തി നല്ല ഇതിൽ വന്നിട്ട്, കാരണം ചൂടുകാലമായാലും ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളൊരു തണുപ്പാണ്. അപ്പോൾ ഞാൻ തെർമൽ കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കും, എന്നാലും ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി കിട്ടില്ല മാവ്. അപ്പോൾ ഇതെന്തായാലും നന്നായി പൊങ്ങി വന്നു. പക്ഷെ ഞാൻ ദോശയ്ക്കുള്ള പരിപാടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദോശ ഉണ്ടാക്കി അതിനുള്ള ചമ്മന്തി, സവാള, ഉള്ളി, കുറച്ച് പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഉണക്കമുളക്, ഉപ്പ് ഒക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. അങ്ങനെ അതൊക്കെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് പോയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് പിന്നെ കൂർക്കയും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് വെക്കണേ. പിന്നെ എന്തൊക്കെ ചേർത്തെന്ന് പറഞ്ഞേ, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ ഗ്രാമ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെച്ചു. ഞാൻ സിമ്മിൽ വെച്ച് വേവിച്ചെടുത്ത പ്രാവശ്യം. സാധാരണ വിസിൽ വരുത്താറുണ്ട്, പ്രാവശ്യം വിസിൽ വരുത്തില്ല. പിന്നെ അപ്പോഴേക്കും അതിനുള്ള മസാല തയ്യാറാക്കാൻ നേരിച്ചിട്ട് ഒരു അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ, ചതച്ചെടുത്ത പോലെ. പിന്നെ അതിലേക്ക് അത് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയത് ഒഴിച്ചെടുക്കുക. ആ സമയത്ത് ഞാൻ വേറൊരു അടുപ്പത്ത് പെരുംജീരകം, ജീരകം, കുരുമുളക്, ഉണക്കമുളക്, പിന്നെ ഗരം മസാല ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് അവിടെ അത് ചൂടാക്കി അത് പൊടിച്ചെടുക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതാ നമ്മളുടെ സവാളയും ഇതൊക്കെ വഴറ്റിയില പച്ചമുളകും വേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതോട് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി അതിലേക്ക് മസാലയായിട്ട് ഉപ്പ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂണും മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂണും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുക്കി നന്നായിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് മസാലയുടെ കൂടെ കൂടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്ന ഒരു പരിവാക്കുണ്ട്. അങ്ങനെ കുറുന്ന് വരുന്ന ഈ സംഭവത്തിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൽ ഉണ്ടല്ലോ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറി വെക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ബീഫ് എനിക്ക് അത്ര വലിയ വശമില്ലാത്ത സംഭവമാണ് കേട്ടോ. എന്തോരം വെള്ളം ഒഴിക്കണം, അതിന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് നേരം തുറന്നു വയ്ക്കും, എത്ര വെള്ളം ഇറങ്ങി വരേണ്ടതെന്ന് അറിയാനായിട്ട്. നന്നായി തിളച്ച ശേഷം ഞാൻ അടച്ചു വയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ വെന്തല്ല, ഫുള്ളായിട്ട് കുക്കായിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് കുക്കാവണം. പക്ഷേ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചത്, ചൂടാക്കിയെന്ന് കണ്ടില്ലേ, അത് പൊടിച്ചത് അത് ചേർത്തോട്ട് നന്നായിട്ട് ഇളക്കിയ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. എന്നിട്ട് പിന്നെ ബാക്കി വേവ് നമ്മൾ ഈ ഒരു സമയത്ത് അങ്ങനെ വേവിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് അത് ഇങ്ങനെ ഇളക്കി അതിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുഴമ്പ് രൂപത്തിലാവട്ടോ, ഒരു എന്താ പറയുക ബീഫ് പെരളൻ അങ്ങനെ പറയാം. അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗ്രേവി ആയിട്ട് ഭയങ്കരമായിട്ടില്ല, ഒരു മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ. അങ്ങനെ നന്നായിട്ട് ഇളക്കി മസാലയ്ക്ക് ഇങ്ങനെ അങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം വരെ ഇളക്കി കൊടുത്ത് അപ്പോഴേക്കും ബീഫൊക്കെ നന്നായി വെന്തു. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് റെഡി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇതായിക്കണേ നല്ലത്, കുറച്ചിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഇത്തിരി അപ്പോൾ കാണാനൊരു രസമുണ്ടാവും. അങ്ങനെ ആയിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല, പെപ്പറിൻ്റെയും പച്ചമുളകിൻ്റെ എരിവാണുള്ളത്. അപ്പം അങ്ങനെയാണ് അന്ന് ബീഫ് വെച്ചത്. എന്തായാലും ബീഫ് ഇപ്പോൾ ഞാൻ അങ്ങനെ നമ്മളുടെ വീട്ടിൽ ഇവിടെ അധികം ഞങ്ങൾ വാങ്ങിക്കാറില്ല, എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് വാങ്ങിക്കുക. അപ്പോൾ അമ്മ വെക്കണ പോലെ ഒന്നും എനിക്ക് വെക്കാറില്ല കേട്ടോ. ഞാൻ വെക്കുമ്പോൾ കുറേ നേരം എടുക്കും. ഹസ്ബൻഡ് പറയും നീ എന്തോരം സമയം എടുത്തിട്ടാണ് വെക്കുക, അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് വേഗം വെക്കും, എന്നാൽ അമ്മ വെക്കണ അത്ര ടേസ്റ്റൊന്നും ഇല്ല എന്ന് പറയും ഞാൻ വെക്കുമ്പോൾ. ഇപ്രാവശ്യം ഞാൻ പെപ്പറൊക്കെ ഇട്ട്, മോൻ ഭയങ്കര അലമ്പായിരുന്നു എന്നിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് പുറത്തുനിന്ന് ബീഫ് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നേ.
അപ്പോൾ ആൾക്ക് തീരെ പിടിച്ചില്ല. എനിക്ക് അമ്മയുടെ ബീഫൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര തെറ്റിരിക്കാൻ. ഞാൻ പറഞ്ഞു ശരി, നീ പച്ചക്കറി ഞാൻ കറി വെച്ചിട്ടുണ്ട്, അത് പരിപ്പും കുമ്പളങ്ങി ഇട്ടിട്ട് പുളി വെച്ച് വയ്ക്കില്ലേ, അത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് കഴിച്ചോളാനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൻ ബീഫ് കൂട്ടി. അപ്പോൾ ഭയങ്കര കൂട്ടലായിരുന്നു. ഞാൻ നല്ല പെപ്പറൊക്കെ ഇട്ട് നല്ല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തകർത്തെടുത്തൊക്കെ ഇട്ട് വെച്ചതല്ലേ. അങ്ങനെ അവൻ കൂട്ടിട്ടോ. പിന്നെ അവൻ കുറച്ച് എന്തൊക്കെയോ അവന് വരയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ ക്രിസ്മസിൻ്റെ കുറച്ച് ഡ്രോയിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മോനോടാണ് അതിൻ്റെ വരച്ച് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ വരച്ച് തരാൻ. ഞാൻ വരച്ച് തരില്ല, എല്ലാ പ്രാവശ്യം ഞാൻ തന്നെ. ഈ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ എൻ്റെ പണിയാണ്. എന്തവന് ആക്ടിവിറ്റി ഇങ്ങനത്തെയൊക്കെ കൊടുത്താലും നീ തന്നെ ചെയ്യും പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരുന്ന് വരച്ചതാണ് കേട്ടോ. വരച്ചു നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് വരയ്ക്കാൻ കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല രസത്തിൽ വരയ്ക്കാൻ. പറഞ്ഞോ ഇവന് ഈ നറൂട്ടോനൊക്കെയാണ് വരയ്ക്കാൻ. നറൂട്ടോൻ്റെ കണ്ണ് അതൊക്കെ വരയ്ക്കാനാണ്. നറൂട്ടോൻ്റെ തന്നെ തോന്നുന്നു കണ്ണൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ വരയ്ക്കും. അത് മാത്രമേ വരച്ചിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി വരയ്ക്കുമോ വേറെ വല്ല ഇങ്ങനെ പെയിൻറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നമുക്ക് ഒരു പിടുത്തമില്ല. ഇപ്പം ഇത് വരച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല ഭംഗിയിൽ വരയ്ക്കാൻ അറിയാം. അങ്ങനെ അവൻ തന്നെ അത് വരച്ചു കളർ ചെയ്തു. അപ്പം മോളടുത്ത് വന്നിരുന്നിട്ട് ആൾക്കാന്ന് വെച്ചാൽ തീരെ പിടിക്കണില്ല. ഞാനിങ്ങനെ നല്ല ഭംഗിയുണ്ടെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ക്രിസ്മസ് പപ്പയുടെ കണ്ണ് ഇങ്ങനെയല്ല, ക്രിസ്മസ് പപ്പ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കാണാൻ ഭംഗിയില്ല, ആരോനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുശുമ്പത്തി കൊണ്ടിരിക്കുക അടുത്ത് വന്നിരുന്നു. പിന്നെ അത് കളർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ആൾ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എന്തെങ്കിലും ഒന്നത് ചെയ്തു കൊടുത്തു എന്നുള്ളൂ. അങ്ങനെ തന്നെ ഒക്കെ ചെയ്തപ്പോഴാണ് ഇവൻ നന്നായി വരയ്ക്കുമെന്ന് ഞങ്ങൾക്കും അവനും മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ പിന്നെ റെഡിയൊക്കെ ആയി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ മാത്രം അല്ലെങ്കിൽ സൺഡേ മാത്രം അങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ അവർ അച്ഛമ്മേനെ കാണാനുള്ള പോക്കാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ പോകണത് ഞാൻ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തായാലും ഇറങ്ങുമ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഈ സമയത്ത് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റോട്ടിൽ ചറപ്രോ വണ്ടികളുണ്ടോ, ഭയങ്കര തിരക്കുള്ള റോഡാണ്. അപ്പോൾ ഞാനിങ്ങനെ പോണ വഴിക്ക് എടുത്താണ്. അത് ലൈറ്റുകളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായി. ആ സമയത്ത് റോഡിലേക്ക് ഇറങ്ങാൻ നല്ല രസമുണ്ട്. കാര്യം ചെവിക്കും തലയ്ക്കും ഒന്നും നമുക്കൊരു സുഖം ഉണ്ടാവില്ല, അമ്മാതിരി ഹോണടിയും ഈ ലൈറ്റുകളൊക്കെ വന്നിട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ പോയി. അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പുറത്ത് പോയത്. നമ്മൾ അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. സാധാരണ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാറ്. ഇപ്പോൾ പ്രാവശ്യം ചായ ഒന്നും കുടിച്ചില്ല. കഴിക്കാൻ നമ്മൾ നല്ല വയറൊക്കെ നല്ല ഇതിൽ തന്നെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചായ ഒന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്ത് പോയി ചാട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചാട്ട് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി പുറത്ത് പോയി. അമ്മ വന്നില്ല കേട്ടോ. ചേച്ചിയും ഹസ്ബൻഡും മക്കളും ഞാനും ഹസ്ബൻഡും മക്കളും ആണ് പോയത്. അങ്ങനത്തെ ഈ രണ്ടെണ്ണങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ടോളെന്ന് വീഡിയോ എടുക്കലും ഇതൊക്കെയാണ് പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക വെയിറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യം കോഫി വന്നു. ഞാൻ കോഫിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പ് പറഞ്ഞില്ല ഞാൻ. അങ്ങനെ കോഫിയും സൂപ്പൊക്കെ കഴിച്ചിരുന്ന് പിന്നെ ഓരോന്ന് ഓർഡർ ചെയ്യലായി. ഞാൻ പറഞ്ഞല്ലോ ചാട്ട് കഴിക്കാൻ പോയതാണ്. പക്ഷെ നമ്മൾ ഡിന്നറും കൂടി ഫിനിഷ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നേ. എന്തായാലും ഇത്ര സമയമായില്ലേ, ഇനി അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് കഴിച്ച് ആണ് തിരിച്ചു പോയത്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരുത്തരായിട്ട് ഓർഡർ ചെയ്ത് നിരനിരയായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സൂപ്പാണ് ആദ്യം. ഞാൻ സൂപ്പ് ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ സൂപ്പ് നന്നായിരുന്നല്ലോ എല്ലാവരും. സൂപ്പറായിരുന്നു. ബട്ട് വെജ് ചെയ്ത് കാരണം അവന് വെജിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ 4 പേര് കേട്ടോ. 4 പേരല്ല, മോൾക്ക് പിന്നെ കുഴപ്പമില്ല, വെജായാലും നോൺ വെജായാലും കഴിക്കലൊക്കെ കണക്കണം. പിന്നെ ഇത് മസാല പപ്പഡ്, പിന്നെ പാവ് ഭാജി, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മഷ്റൂമിൻ്റെ ഒരു മസാല ഇതുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി പറഞ്ഞു നാൻ മൈദയല്ലേ, അപ്പോൾ റോട്ടി എടുത്തു.
പിന്നെ നോൺ വെജിൻ്റെ അല്ലായിരുന്നു ഇത് റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ പനീർ ബട്ടർ മസാലയും വെജ് കടയൊക്കെ ആണ് വാങ്ങിയത്. ഞാൻ പിന്നെ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ അത് നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ അല്ല എന്ന് അറിഞ്ഞത്. കാരണം നമ്മൾ ചാട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കില്ലല്ലോ. പിന്നെയാണല്ലോ നമ്മൾ പ്ലാൻ മാറ്റി ഇത് ഡിന്നറും കൂടി കഴിച്ച് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജ് വെച്ച് അന്ന് ഇരുന്നു. അപ്പോൾ നമ്മൾ അക്ഷയ് നഗറിലുള്ള കൈ രുചി എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത്. അപ്പോൾ സംഭവങ്ങളൊക്കെ അവിടുത്തെ നല്ല എല്ലാ റെസിപ്പിയും ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഴിച്ച്, പിന്നെ മോന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായി, ലാസ്റ്റ് ഉണ്ട് വന്നത്. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ഷെസ്വാൻ നൂഡിൽസ്. അപ്പം അതും കൂടി കഴിക്കാൻ അവന് സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി പാഴ്സൽ ചെയ്തു. അങ്ങനെ ഒരു വീക്കെൻഡിൽ നമ്മളെല്ലാവരും കൂടി പോയി, പുറത്ത് പോയി നന്നായി കഴിച്ച് തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ വീട്ടിൽ പോയി. അങ്ങനെയാണ്. അമ്മയുടെ ഫേവറേറ്റ് ഏതായിരുന്നു? അമ്മയുടെ അമ്മയ്ക്ക് ഫേവറേറ്റ് ബട്ടനാണ്, ബട്ടർ ചിക്കനാണ്. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും എൻ്റെ ഫേവറേറ്റ്, എനിക്കിഷ്ടമാണ് ഈ പനീർ ബട്ടർ മസാലയൊക്കെ. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തിങ്ങനെ പോകാറില്ല. ചേച്ചി വയ്ക്കാൻ കേട്ടോ ഈ ചാട്ട് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോകാമെന്ന് പറയും. നമ്മളെങ്ങനെ വെച്ചാൽ വല്ല ഷോപ്പിങ്ങിന് പോകുമ്പോൾ കഴിച്ചിട്ട് എന്നാൽ പോവാം, അങ്ങനെ ഒരു പ്ലാനോട് കൂടി പോകുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് വേണ്ടി ഇന്നത് കഴിക്കാമെന്ന് പറഞ്ഞാൽ പോകുമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാത്രമായിട്ട് കണ്ടുപോകരുത്. അപ്പോൾ സീൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.